ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് മട്ടർ ഫ്രൈ ആണ്. ഇത് വളരെ ഡെലീഷ്യസ് ആണ്. പിന്നെ എഗ് ഫ്രൈയുടെ കൂടെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. പിന്നെ ഇത് ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്. വെറുതെയും കഴിക്കാം. പിന്നെ ഇത് ഓഫീസിലും കൊണ്ടുപോകാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ വളരെ പൊടിയായി ചോപ്പ് ചെയ്ത 3 ടീസ്പൂൺ അണിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടീസ്പൂൺ തന്നെ ഗ്രേറ്റഡ് പൊട്ടാറ്റോ ആണ്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് വേണം. പിന്നെ ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്തത്, അത് 3 ടീസ്പൂൺ കാണും. പിന്നെ 3 ടീസ്പൂൺ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. പിന്നെ എരിവിന് വേണ്ട പച്ചമുളക് ഞാനിവിടെ 2 എണ്ണം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചി, 1 ടീസ്പൂൺ തന്നെ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ 3 മുട്ടയ്ക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. 3 മുട്ടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസാണ് ഞാൻ നേരത്തെ എടുത്തത്. നിങ്ങൾക്ക് അതിൽ കുറച്ച് മതിയെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചോപ്പ് ചെയ്ത് തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ചൂടാകുമ്പോൾ ഒരു മണം വരില്ല. ആ സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ പൊടി പോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന അണിയൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചോപ്പ് ചെയ്തത് അത് ചേർക്കുക. എന്നിട്ട് പച്ചമുളകും ഇതെല്ലാം കൂടി ഒന്ന് 1 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർക്കുക. അപ്പോൾ നന്നായിട്ട് വേഗം ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടാറ്റോ കട്ട പിടിച്ച് പോകും. നല്ല കൂടുതൽ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം അതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്ക ഗ്രീൻ പീസ് കുതിർത്തിയിട്ട് ഉപ്പിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അതും ഇതിലേക്ക് ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫ്രോസൺ ആണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അത് പെട്ടെന്ന് കുക്കാവും. പിന്നെ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് കുക്കായതിന് ശേഷം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് ഇളക്കി മുട്ട നന്നായിട്ട് ഫ്രൈ ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റുക കേട്ടോ. എന്നിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് മുട്ട പെട്ടെന്ന് വെന്തും കിട്ടും, വേഗം ചെയ്യും. നന്നായിട്ട് ക്രിസ്പി ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. കുറച്ചുകൂടി എണ്ണ കൂടുതൽ ഒഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് മൊരിഞ്ഞ് കിട്ടും. ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഇത് പിന്നെ ചോറ് കെട്ടി ഓഫീസിലൊക്കെ കൊണ്ടുപോകാനൊക്കെ വളരെ നല്ലൊരു എഗ് ഫ്രൈ ആണിത്. ഇപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പെപ്പർ പൗഡറൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇത് വളരെ ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഗരം മസാല ഇത് എല്ലാ ഭാഗത്തൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഉപ്പ് ആവത്തക്ക വിധം നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞത് ചേർക്കുക. പിന്നെ ഒരു 2-3 മിൻറ്റിൻ്റെ ലീഫും കൂടി ഇതിലേക്ക് ചേർക്കുക. ഇത് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങയുടെ നീര് ഇതിനകത്തേക്ക് പിഴിഞ്ഞ് കൊടുക്കുക. പിഴിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കൂടുതൽ ഡ്രൈ ആയിട്ട് എടുക്കേണ്ടവർക്ക് കുറച്ച് കൂടുതൽ നേരം വഴറ്റി നല്ല ക്രിസ്പി ആക്കി എടുക്കാം കേട്ടോ. വെറുതെ കഴിക്കാനും നല്ലതാണ്, ചോറിനും നല്ലൊരു കോമ്പിനേഷനാണ് കണ്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയില്ലേ, എന്ത് ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഓഫീസിലൊക്കെ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കി കൊണ്ടുപോകാം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു.